വനനിയമ ഭേദഗതിയിൽ പി.വി. അൻവർ എം.എൽ.എയുടെ പ്രതിഷേധ യാത്രയ്ക്ക് UDF പിന്തുണയില്ല. സഹകരിക്കില്ലെന്ന് വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ വ്യക്തമാക്കിയതിന് പിന്നാലെ മുസ്ലിം ലീഗ് നേതാക്കളും പിന്മാറി. യാത്ര പി.വി. അൻവറിന്റെ സ്വന്തം പരിപാടിയാണെന്നും DCC പ്രസിഡന്റുമാർ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ലെന്നും KPCC അധ്യക്ഷൻ K. സുധാകരനും പറഞ്ഞു. അൻവറിന്റെ സ്വന്തം പരിപാടിയാണ്, ഞങ്ങൾക്ക് അതിൽ ആർക്കും ഒരു ബന്ധവുമില്ല. യാത്ര സംബന്ധിച്ച് KPCC ലീഗ് നേതൃത്വവുമായി സംസാരിച്ചെന്നാണ് പി.വി. അൻവറിന്റെ പ്രതികരണം. കുറിച്ചൊന്നും അറിയില്ല. അത്തരം കാര്യങ്ങൾ പാർട്ടി ചിന്തിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒരു ധാരണയിലെത്തിയിട്ടോ ഇല്ല. അതിൻ്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല. ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പാർട്ടി ഒരു പൊതുവായ തീരുമാനമെടുക്കണം. അത്തരം തീരുമാനത്തിലേക്ക് പാർട്ടി പോകാൻ പാർട്ടിയുടെ മുമ്പിലേക്ക് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം വന്നിട്ടതായി തോന്നുന്നില്ല. അങ്ങനെ വന്നാൽ പാർട്ടി എല്ലാവരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്തിട്ട് തീരുമാനമെടുക്കും. അതാണ് അതിൻ്റെ പതിവ്. അല്ലാതെ ഇപ്പോൾ അങ്ങനെ ഒരു ആശയമില്ല. UDF പ്രവേശനത്തിൽ പി.വി. അൻവറുമായി ചർച്ച നടത്തിയിട്ടില്ല എന്ന AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി. സുർജിത്ത്, വലിയ ഹൈപ്പോടുകൂടി പാർട്ടിയൊക്കെ പ്രഖ്യാപിച്ചു വന്ന ആളാണ് പി.വി. അൻവർ. പിന്നീട് ഇങ്ങോട്ടേക്ക് DMK-ക്കൊപ്പം കൂടാൻ പറ്റാത്ത സാഹചര്യം, ദേശീയ പാർട്ടികളുമായുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. അതിനിടയിൽ ഒരു വലിയ മാസ് പരിപാടി അനൗൺസ് ചെയ്തതാണ്. അവിടെയും ഈ UDF നേതാക്കളുടെ പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ്. തീർച്ചയായും അല്പസമയം മുമ്പ് പി.വി. അൻവറിന്റെ പ്രതികരണം വന്നിരുന്നു. ആ പി.വി. അൻവറിന്റെ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റിൽ വയനാട്ടിലെ DCC പ്രസിഡന്റായിട്ടുള്ള ND അപ്പച്ചൻ പനമരത്ത് ഈ ജനകീയ യാത്രയുടെ ഉദ്ഘാടന പരിപാടി നിർവഹിക്കുമെന്നുള്ളതാണ്, ആ പരിപാടിയിൽ പങ്കെടുക്കും എന്നുള്ളതാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് വലിയ രീതിയിൽ അത് വലിയ ചർച്ചയായി, കോൺഗ്രസ് വൃത്തങ്ങളിൽ തന്നെ വലിയ ചർച്ചയായി. ഇന്ന് രാവിലെ ഇതിന് തൊട്ടു പിന്നാലെ ND അപ്പച്ചൻ്റെ പ്രതികരണം വന്നു. ഈ നടപടി, അതായത് ഇത്തരത്തിൽ പോസ്റ്റർ അടിച്ച് തൻ്റെ അനുമതി ഇല്ലാതെയാണ് എന്നുള്ള തരത്തിലുള്ള പ്രതികരണമാണ് വന്നത്. പി.വി. അൻവർ വിളിച്ചിരുന്നു, പക്ഷേ നേതൃത്വവുമായി കൂടിയാലോചിക്കാതെ അത്തരത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പി.വി. അൻവറുമായി സഹകരിക്കുന്ന കാര്യം ഒരു പൊളിറ്റിക്കൽ ഡിസിഷനായി തന്നെ വരണം, അങ്ങനെയെങ്കിൽ മാത്രമേ തനിക്ക് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള തരത്തിൽ നിലപാട് അറിയിച്ചതുമാണ്. പക്ഷേ പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ പേര് വന്നു, പേര് മാത്രമല്ല ചിത്രവും വന്നു എന്നുള്ളതാണ്. അത് തൻ്റെ അനുമതിയില്ലാതെയാണ്, ഒരിക്കലും ഈ പരിപാടിയുമായി സഹകരിക്കരുത് എന്നുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണെന്നുള്ളതാണ് ND അപ്പച്ചൻ അറിയിച്ചത്. ഇതിന് പിന്നാലെ മുസ്ലിം ലീഗും, ജില്ലയിലെ മുസ്ലിം ലീഗും ഇതിനോട് എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട്, അതായത് പരിപാടിയുമായി സഹകരിക്കില്ല എന്നുള്ള തരത്തിൽ പ്രതികരണവുമായി വന്നു. വലിയ പരിപാടിയാണ്, വയനാട് മുതൽ വഴിക്കടവ് വരെ ഉള്ള ഒരു യാത്രയാണ്. അത് ഈ വനനിയമ ഭേദഗതിക്കെതിരായിട്ടുള്ള പ്രതിഷേധവുമായി അത്തരത്തിലാണ് പി.വി. അൻവറിൻ്റെ യാത്ര സംഘടിപ്പിക്കുന്നത്. അല്പസമയം മുമ്പ് പി.വി. അൻവർ ഇതിനോട് പ്രതികരിച്ചത്, ഇത് ആരെങ്കിലുമൊക്കെ തടഞ്ഞിരിക്കാം, അല്ലാതെ ND അപ്പച്ചന് അനുമതിയില്ലാതെ താൻ പോസ്റ്റർ അടിക്കുകയില്ലല്ലോ എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. നേരത്തെ പങ്കെടുക്കാമെന്ന് സന്നദ്ധ ND അപ്പച്ചൻ അറിയിച്ചതാണ്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ മുകളിൽ നിന്ന് ആരെങ്കിലും തടഞ്ഞിട്ടുണ്ടാകാം എന്നുള്ളതാണ് പറയുന്നത്. ഇനിയും യാത്രയ്ക്ക് 2-3 മണിക്കൂറുകളുണ്ട്. സ്വാഭാവികമായും പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് നോക്കാം. KPCC അതോടൊപ്പം തന്നെ ലീഗ് നേതൃത്വമായി ഇക്കാര്യത്തിൽ താൻ സംസാരിച്ചതാണ്. കത്ത് കൊടുക്കേണ്ടവർക്ക് കത്ത് കൊടുത്തതാണ്, നേരിട്ട് അറിയിക്കേണ്ടവരെ വിളിച്ചറിയിച്ചതാണ്. എല്ലാവരും പങ്കെടുക്കുമെന്നുള്ളതാണ് വിശ്വാസം. കാരണം ഈ വിഷയം അത് വലിയ വിഷയം തന്നെയാണ്. ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അത് വലിയ വിഷയം തന്നെയാണ് ഈ ഭേദഗതി. ഇത് ഇടതു സർക്കാരാണ് കൊണ്ടുവന്നത്. സ്വാഭാവികമായും ഇതിനകത്ത് പിന്തുണ പ്രഖ്യാപിക്കേണ്ടത് മുസ്ലിം ലീഗും കോൺഗ്രസും അടക്കമുള്ള UDF കക്ഷികൾ തന്നെയാണ് എന്നുള്ള വാദവും പി.വി. അൻവർ ഉന്നയിക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ നിലവിൽ പി.വി. അൻവറിന് ഒരു തിരിച്ചടി തന്നെയാണ്. സ്വാഭാവികമായും വലിയ ചർച്ചകളുണ്ടായിരുന്നു UDF പ്രവേശനം സംബന്ധിച്ചെല്ലാം തന്നെ, അണിയറയിൽ വലിയ ചർച്ചകളുണ്ടായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള സാധ്യതയ്ക്ക് മങ്ങലേൽക്കുന്ന വിധത്തിലേക്ക്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് മുസ്ലിം ലീഗോ എത്തിയിട്ടില്ല എന്നുള്ള തെളിവാണ് ഇത്തരത്തിൽ. ഏതായാലും UDF പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ രാഷ്ട്രീയ നിലപാടിൽ ഒരു പ്രഖ്യാപനത്തിന് ശേഷം മാത്രമേ പ്രത്യക്ഷമായി സഹകരിക്കാൻ, അൻവറുമായി ഒരു പ്രതിഷേധ യാത്രയിൽ സഹകരിക്കുകയുള്ളൂ എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു, ലീഗ് എത്തിയിരിക്കുന്നു.